എല്ലാവർക്കും സാറാസ് ടെക്നോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ ഇലക്ട്രിക് ഡ്രയറാണ്. ഇതൊരു 40 ട്രേ ഡ്രയറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് ഇലക്ട്രിക്കലി ഓപ്പറേറ്റഡ് ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ടെമ്പറേച്ചർ കൺട്രോളർ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ടൈമർ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു കണക്റ്റഡ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോ വാട്ട് ആണ് നമുക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ഇത് യൂസ് ചെയ്യുക. അതായത് 10 യൂണിറ്റ് കറണ്ട് ഒരു മണിക്കൂർ ഇതിന് ചിലവുണ്ട്. ഇതിൻ്റെ പാനൽ ബോർഡാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതിൻ്റെ മെയിൻ ഓൺ ചെയ്യുന്ന സ്വിച്ചാണ്. അതിനുശേഷം നമ്മൾ മാനുവലിലേക്ക് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഹീറ്റർ കോയിലുകൾ ഇതിൽ ഓൺ ചെയ്യാം. അതിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് ഇത് ഫാനാണ്. ഇതും റൈറ്റ് ലെഫ്റ്റ് സൈഡിലെ ഫാനുകളുടെ ഇൻഡിക്കേഷനാണ്. അതിനുശേഷം നിങ്ങൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ റെഗുലേറ്റേഴ്സ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റെഗുലേറ്റർ ഉണ്ട്. അതിനുശേഷം ടൈമറിൻ്റെ ഒരു വർക്കിംഗ് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഓട്ടോമാറ്റിക്കിലേക്ക് ഇടണം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് അത് കട്ട് ഓഫ് ആവും. അതുപോലെ എമർജൻസി സ്റ്റോപ്പിന് വേണ്ടിയിട്ടുള്ള സ്വിച്ചാണ്. എമർജൻസി എന്തെങ്കിലും ഇഷ്യൂ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് എക്യുപ്മെൻറ്റ് ഓഫ് ആവുന്നതായിരിക്കും. ഇനി നമുക്കിത് തുറന്ന് ഇതിൻ്റെ ഉൾവശം കാണാം. ഇത് ടോട്ടൽ നമ്പർ ഓഫ് ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 നമ്പേഴ്സാണ്. ഇതിൻ്റെ ഒരു സെക്ഷനിൽ വരുന്നത് 10 നമ്പേഴ്സ് ഓഫ് ട്രേ ആണ്. ഇനി നമ്മുടെ ട്രേയുടെ സൈസ് വരുന്നത് ലെങ്ത്ത് 1 മീറ്റർ ബൈ 3/4 മീറ്ററാണ് വിഡ്ത്ത് വരുന്നത്. ഇത് നമുക്ക് മെഷ്ഡ് ട്രേകളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ട്രേകളും അവൈലബിൾ ആണ്, എന്തെങ്കിലും ലിക്വിഡ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ ഒരു ഉൾവശം കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫാനിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് ഇതിൻ്റെ 2 സൈഡ്സിലായിട്ടാണ് നമ്മൾ ഫാനുകൾ കൊടുത്തേക്കണേ. അതുപോലെ തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു ട്രേ ഇതിൻ്റെ അടിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചർ കളയാനായിട്ടുള്ള ഫാനും കാര്യങ്ങളും അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 250 കിലോ ചെറിയ ടൈപ്പാണ്. 2000, 1800, 2000 വരെ പോകും. 2000 പീസാണ് സാർ ഇടുന്നത്. 2000 തേങ്ങയാണ് ഇടുന്നത്. ഇപ്പം നമുക്കൊരു കൊപ്രയൊക്കെ ഉണക്കണം എന്നുണ്ടെങ്കിൽ ഒരു ട്രേയിൽ ഏകദേശം നമുക്കൊരു 110 പീസുകളാണ് ഒരു ട്രേയിൽ നമുക്ക് കൊള്ളാൻ സാധിക്കുക. അതുപോലെ തന്നെ നമുക്ക് മീറ്റ്, ചിക്കൻ, ഫിഷ്, അതുപോലെ തന്നെ നമ്മുടെ ചില്ലി, കൊറിയാൻഡർ, അങ്ങനത്തെ എന്ത് കാര്യങ്ങളും മോയ്സ്ചർ ഉള്ളത് ഉണക്കാനായിട്ട് നിങ്ങൾക്ക് ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് ട്രേ റിമൂവ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന ട്രേസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പ്രൊഡക്റ്റുകൾക്ക് നമ്മൾ ഡ്രയറിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് അതിനൊരു തണുക്കാനുള്ള ടൈം കൊടുക്കേണ്ടി വരും. ആ സമയത്ത് വേറെ പ്രൊഡക്റ്റുകൾ അതിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ഡ്രയർസിൻ്റെ ട്രേസ് ആണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്നത് ഞങ്ങളുടെ കമ്പനിയുടെ തന്നെ ഏറ്റവും എക്കണോമിക്കലായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രയറാണ്. ഇത് ഹൈലം ഷീറ്റിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നേക്കുന്നത്. ഇതിനായാലും എന്താണോ ഞങ്ങളുടെ വലിയ ഡ്രയറിൽ ഫെസിലിറ്റികൾ അവൈലബിൾ അത് ഇതിലും ഞങ്ങൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ടെമ്പറേച്ചർ കൺട്രോളർ ഉണ്ട്, അതുപോലെ തന്നെ ടൈമിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള ടൈമേഴ്സും അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ അകമാണ് നിങ്ങൾ കാണുന്നത്. അതിൽ വരുന്ന ട്രേസാണ് ഇതിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോൺ വെജ് ആയിക്കോട്ടെ, അതുപോലെ വെജ് ഐറ്റംസ് ആയിക്കോട്ടെ, ചില്ലി, കൊറിയാൻഡർ, എന്തൊക്കെ നിങ്ങൾക്ക് ഈ വലിയ ഡ്രയറിൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണോ അതൊക്കെ ഞങ്ങളുടെ ഈ ചെറിയ ഡ്രയറിലും അവൈലബിൾ ആണ്. ഇത് നിങ്ങളിപ്പോൾ കണ്ടത് മൊത്തം ഞങ്ങളുടെ ട്രേ ഡ്രയേഴ്സ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇത്രയും കൂടിയും എന്താ പറയുക സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് ബേസിക്കലി ഫ്ലൂയിഡ് ബെഡ് ഡ്രയർ എന്ന് പറയും, FBD എന്ന് പറയും. ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ എക്യുപ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ഫുഡിലും ഇപ്പോൾ ഇതിൻ്റെ യൂസേജ് ധാരാളം വരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽ കൂൾ ചെയ്യാനായാലും അതുപോലെ തന്നെ ഡ്രൈ ചെയ്യാനായാലും നമുക്ക് FBD യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഈ ബൗളിലാണ് നമ്മൾ മെറ്റീരിയൽ ഫീഡ് ചെയ്യുക. ആ മെറ്റീരിയൽ നമ്മൾ ഹോട്ട് എയർ കൊടുത്തു കഴിഞ്ഞാൽ ചൂടുകാറ്റിൽ ഡ്രൈ ചെയ്യാൻ. ഇത്രയും സിമ്പിളായിട്ട് പറഞ്ഞത് ഇത്രയും കൂടി സിമ്പിളായിട്ട് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാനാണ്. നമ്മൾ ചൂട് കാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ ലിഫ്റ്റ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 360 ഡിഗ്രി അതിന് ഉണക്കായാലും കൂളിംഗ് ആയാലും കിട്ടും. ഇപ്പം നമ്മുടെ ട്രേ ഡ്രയറിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എടുക്കുന്ന കാര്യം നമുക്കൊരു 2 hours 2.5 hours FBDയിൽ ചെയ്ത് തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പൗഡറുകളിൽ വരുന്ന മോയ്സ്ചർ ചാക്കിൽ വരുമ്പോൾ അതിൽ മോയ്സ്ചർ ഉണ്ടാവും.
അത് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ മോയ്സ്ചർ എലിമിനേറ്റ് ചെയ്ത് കളയണം. അങ്ങനത്തെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ വലിയ പുട്ടുപൊടി യൂണിറ്റ്സിലൊക്കെ പുട്ടുപൊടി വറുത്തതിന് ശേഷം തണുപ്പിക്കാനായിട്ടും ഞങ്ങളുടെ ഈ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ട് കംപ്ലീറ്റ് SS304 അതുപോലെ തന്നെ SS316 ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. എല്ലാവരും ഇത് കണ്ടതിന് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.